ഒരു പീറപ്പെണ്ണിന് വേണ്ടി ചെയ്യുന്ന ആത്മഹത്യ അല്ലിത്. എൻ്റെ ആത്മഹത്യ ഒരു കൊലപാതകമാണ്. കൊലയാളി ഒരാളല്ല, ഒരുപാട് പേരാണ്. അവരുടെ 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എൻ്റെ ഈ ആത്മഹത്യ. എന്നെ എൻ്റെ നാട്ടുകാർ വിളിച്ചിരുന്നത് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നാണ്. അതിനൊരു കാരണവുമുണ്ട്. അതറിയാൻ ആദ്യം നിങ്ങൾ എൻ്റെ അച്ഛനെ അറിയണം, കട്ടപ്പനക്കാരൻ സുരേന്ദ്രനെ. അതുവരെ സത്യനെയും നസീറിനെയും ആരാധിച്ചിരുന്ന കട്ടപ്പനക്കാർക്കിടയിലേക്കാണ് ജയൻ്റെ കട്ട ആരാധകനായ എൻ്റെ അച്ഛൻ സുര എത്തുന്നത്. വേണമെങ്കിൽ ക്യൂ നിന്നെടുക്കാം. 5 രൂപ തരാം. 3-5. അങ്ങനങ്ങ് പോയാലോ? കത്തി കളിക്കാനുള്ള സാധനമല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര പൊടിയും. Maybe we are poor, coolies, trolley pullers, but we are not beggars. അങ്ങാടി സിനിമയിലെ യൂണിയൻകാരനായ ജയനെ കണ്ടതോടുകൂടി അച്ഛൻ കൃഷിപ്പണിയൊക്കെ നിർത്തി ചുമത്തൊഴിലാളിയായി. If you dare to say that word once more, Let it be the last time. If you are dare to say that word once more, I will pull out your bloody tongue. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഇവന് ജയന്റെ വട്ടാണ്. പിന്നല്ലാണ്ട്. സുരേഷേട്ടാ, എന്തുപറ്റി? നമ്മുടെ നെക്സ്റ്റ് ചന്ദ്രൻ ഇന്ന് ഇറങ്ങും. നക്സലൈറ്റ്. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. അതല്ല, എന്നാലും നീ എങ്ങനെയാടാ നക്സലൈറ്റ് ആയത്? A handicapped man walking on a bridge. No. Yes, സഹോദര, പ്ലീസ് ഈ വണ്ടിയിലോട്ടൊന്ന് കയറണം. താങ്കൾക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം. വേണ്ടേട്ടാ, ഞാൻ നടന്നോളാം. അയ്യോ, അങ്ങനെ പറയരുതേ. ദൈവം എനിക്ക് സൗകര്യങ്ങളെ കൊണ്ടേ തന്നത് താങ്കളെപ്പോലുള്ളവരെ സഹായിക്കാനാണല്ലോ. അല്ലേ? പ്ലീസ് കയറൂ. വേണ്ടായിരുന്നു. ദൈവമേ, ഞാൻ കൃതാർത്ഥനായി. ഈ ഉച്ചവെയിൽ കൊണ്ട് എവിടെ പോവുകയായിരുന്നു? ആസ്പത്രി വരെ. ഞാൻ ഈ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. അല്ലേ സഹോദര? ചേട്ടാ, ഒന്ന് നിർത്തി. ആയിക്കോട്ടെ. അങ്ങനെ ഞാനും നെക്സ്റ്റ് ലൈറ്റ് ആയി. ഓട്ടടാ, സാരമില്ല. തൊട്ടുപോകും തന്നെ ഇടികൊണ്ട് അത്രേ ഉള്ളൂ. കോളിളക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് സിനിമാ താരം ജയൻ കൊല്ലപ്പെട്ടു. സുരേ, ജയൻ പോയി ചന്ദ്രൻ. ജയനില്ലാത്ത ഈ ലോകത്ത് ഞാനിനി ഉണ്ടാവില്ല. ഞാനും മരിക്കാൻ പോവുക. നീ എന്താണ് സുരേ ഈ പറയണത്? നീ മരിച്ചിട്ടല്ല ജയനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, ജീവിച്ചു കാണിക്കുക ജയനെ പോലെ. നിനക്കത് പറ്റും. മലയാള സിനിമയിൽ നീയാണിനി ജയൻ.
ജൂനിയർ ജയൻ. ദൈവമേ, പറഞ്ഞത് അപ്പത്തോയെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാടാ. ഇനി ജയനായിട്ട് വരണോട്ടോ. ഓക്കെ, ചിന്താബോ. സ്ക്രീനിൽ കാണാം. മലയാള സിനിമയിൽ ജയന്റെ വിടവ് നികത്താൻ നാട്ടുകാരുടെ എല്ലാ ആശീർവാദങ്ങളോടെ അച്ഛൻ മദിരാശിക്ക് വണ്ടി കയറി. കണ്ടാ, ബസ്സിൽ കിടന്ന് യാത്രയാണ് സ്ഥലമായിട്ടും ജയനെ പോലെ കവിമ തൂങ്ങി പിടിച്ച് പോകാൻ. മലയാള സിനിമയിലേക്ക് ഇതാ ഒരു ജൂനിയർ ജയൻ എത്തിയിരിക്കുന്നു. നാളെ മുതൽ കട്ടപ്പന സന്തോഷ് ടാക്കീസിൽ ഭീമൻ 3 കളികൾ. ഭീമൻ ജൂനിയർ ജയൻ രഘുവിനോടൊപ്പം വെള്ളിത്തിരയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളും വരുവിൻ, കാണുവിൻ. ജയന്റെ വിടവ് നികത്താൻ ഭീമം വന്ന സ്ഥിതിക്ക് ഇനി അർജുനന്റെയും നകുലന്റെയും സഹദേവന്റെയും സുരേന്ദ്രന്റെ ആവശ്യമില്ല. എടാ നാണ്ടടാ, കട്ടപ്പനയില ജയം വന്നേക്കുന്ന. ജയനാവും പോയിട്ട് ജഗ്ഗുമായിട്ടാണല്ലോ നീ തിരിച്ചു വന്നേക്കണത്. പ്രേമനസീറിന്റെ ഷീലക്കൊക്കെ സുഖം തന്നെയാണോ ജയ? സുര വിളിച്ച ജയനാകത്തില്ല. ചുമ്മാ കട്ടപ്പനക്കാരുടെ വില കളയാതെ അവൻ നടനേകാൻ നടക്കുന്നു. നിർത്തടാ. ശരിയാ, എനിക്കൊരു നടനാവാൻ പറ്റിയില്ല, എനിക്കൊന്നും ആവാൻ പറ്റിയില്ല. പക്ഷെ ഈ നാട്ടുകാരെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, എന്റെ മോനെ ഞാനൊരു നടനാക്കും. എല്ലാവരും കൊതിക്കുന്നൊരു നടൻ, ഒരുപാട് ആരാധകരുള്ള നല്ലൊരു നായക നടൻ. നോക്കിക്കോ, ഞാനാ പറയുന്നത്. ഇങ്ങനെ നാട്ടുകാരെ വെല്ലുവിളിച്ചെങ്കിലും അച്ഛനന്ന് കല്യാണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടി സുന്ദരനായ ഒരു നായകന് ജന്മം നൽകാൻ അച്ഛന് വാശിയായി. അതിനുവേണ്ടി അച്ഛൻ വീണ്ടും ഒരുങ്ങിയിറങ്ങി. എന്താ പേര്? ഇങ്ങോട്ട് ഇരിക്കേ, എന്നിട്ട് ഇത് കഴിക്കും. എനിക്ക് വേണ്ട. എന്നാ ഇത് കഴിക്കും, ഇതെങ്കിലും കഴിക്കും. എനിക്ക് വേണ്ട. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതൊന്നും നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ മോന് വേണ്ടിയാ, വരാൻ പോകുന്ന നമ്മുടെ നായകന് വേണ്ടി. എനിക്കിത് മതി. ഈ ഞാവൽപ്പഴം. ഞാവൽപ്പഴോ? മോനെ ബ്ലൈഡ് എന്തിനാ? നഖം കടിച്ചൂടാന്നാ. കട്ടപ്പന ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവമുറിക്ക് മുമ്പിൽ എൻ്റെ അച്ഛൻ കാത്തിരുന്നത് സ്വന്തം കുഞ്ഞിനെയല്ല, മലയാള സിനിമയിലേക്ക് എല്ലാം തികഞ്ഞൊരു നായകനെയാണ്. കരണ്ട് പോയി. ശുഭലക്ഷണം. സുരേന്ദ്രൻ ഞാനാ. ആൺകുട്ടിയാ. എവിടെ? മലയാള സിനിമയുടെ ഭാവികാല സൂപ്പർ സ്റ്റാറിനെ ഞാനൊന്ന് കാണട്ടെ. എടാ കറുമ്പാ. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവുരുണ്ട ജീവിതങ്ങളെ. അമ്മ ഞങ്ങളെ വിട്ടുപോയ കാര്യം പോലും അച്ഛൻ പെട്ടെന്ന് മറന്നു. എന്നെ സിനിമാ നടനാക്കാനുള്ള തിരക്കിലായിരുന്നു അച്ഛൻ. ആഹാ, മിടുക്കനായി. ബെൽറ്റ് മാത്രം കുറച്ച് വീതി കുറഞ്ഞു പോയി. സാരമില്ല, നമുക്ക് വേറെ വാങ്ങാം. ആ പാലത്തിന്റെ അവിടെ ഉള്ളവരെ മാറ്റി നിർത്താൻ പറ. ഷോട്ട് എടുക്കാൻ സമയമായി. ഒന്ന് പറയടോ, മാറ്റി നിർത്താൻ പറ. മോന്റെ പേരെന്താ? കൃഷ്ണൻ നായർ. ഈ കൊച്ചിന്റെയോ? അതെ, ജയന്റെ ശരിക്കുള്ള പേരാ കൃഷ്ണൻ നായർന്ന്. ഞങ്ങൾ ഇവന് വീട്ടിലേക്ക് കിച്ചു എന്നാ വിളിക്കുന്നത്. ഇവന് സൈക്കിൾ ചവിട്ടാൻ അറിയാവോ? ഇല്ലേ? അവനില്ലെന്നാണല്ലോ പറഞ്ഞത്. അതവൻ വെള്ളത്തിൽ ചവിട്ടൂല, കരയെ ചവിട്ടും. ഇവിടെ നേരെ നോക്കി ചവിട്ടണം. എനിക്ക് സൈക്കിളോട്ട് പഠിക്കണ്ട. സൈക്കിളോട്ട് പഠിച്ചാലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. നേരെ നോക്കി ഓടിക്കടാ.
എനിക്ക് പേടിയാ. നേരെ 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 നോക്കി ചോട്ട്. മോനെ കിച്ചു മോനെ എന്റെ വീട്. അയ്യോ ചോര. പറഞ്ഞില്ലേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ടത്. അയ്യോ നെറ്റി പൊട്ടി ചോര വന്നല്ലോ മോനെ. ടീച്ചറെ, കൃഷ്ണന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കൃഷ്ണനോട് ഓഫീസിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ സ്റ്റാൻഡ്. ഇതിലേത് കൃഷ്ണനാ? കറുത്ത കൃഷ്ണൻ. ഇങ്ങനെയാണ് ഒരു കുട്ടിയെ പറ്റി പറയുന്നത്? പേര് പറയുമ്പോ ഇഞ്ചിൽ എടുത്ത് പറഞ്ഞ പോരെ? എന്റെ പൊന്നു ടീച്ചറെ, കൊച്ചിന്റെ അച്ഛൻ തന്നെയാ കറുത്ത കൃഷ്ണൻ എന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഞാനല്ല. വെറുതെ ഉച്ചയ്ക്ക് ഗ്യാസ് കയറിക്കുന്ന സമയത്ത് എന്റെ പുറത്തേക്ക് നിൽക്കുക. ലോകം മുഴുവൻ എന്നെ കളിയാക്കിയപ്പോഴും എൻ്റെ അച്ഛനെന്നെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതോടെ അച്ഛനും എൻ്റെ മനസ്സിൽ നിന്നും മെല്ലെ അകലാൻ തുടങ്ങി. ഹലോ, ഞാൻ ദാസപ്പൻ. രാജാവാ, ബാ കളിക്കാം. എനിക്ക് ഈ രാജകുമാരി മതി. ഈ രാജകുമാരി മാറ് ഞാൻ തീരുമാനിച്ചോളാം. ആ മാലിങ്ങനെ ഈ രാജകുമാരനെ ഈ രാജകുമാരി. അയ്യേ, എനിക്കൊന്നും വേണ്ടി കാട്ടുമാക്കാൻ. അല്ലേ ഈ രാജകുമാരി ഇത് മതി. എനിക്ക് വേണ്ടതിനാ. വേണ്ട ഈ രാജകുമാരൻ മതി. എനിക്ക് വേണ്ട ഈ രാജകുമാരൻ. എനിക്ക് വേണ്ട ഈ മാല ഇറയുന്നു. എനിക്ക് വേറെ വെളുത്ത രാജകുമാരൻ. ഒരാണിൻ്റെ കുറവ് ഒരു പെണ്ണ് പറഞ്ഞു കഴിയുമ്പോഴാണ് അതൊരു വലിയ കുറവാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. ഗോപി, എന്താ സാർ? എടോ, ഞാൻ നായകന്റെ ചെറുപ്പത്തിൽ പറ്റിയ കുട്ടിയല്ലേ പറഞ്ഞേ? ഇതൊരുമാതിരി മുഖത്തൊക്കെ വെട്ടും കുത്തുമൊക്കെ ആയിട്ട്. അത് മേക്കപ്പ് ചെയ്ത് മാറ്റാൻ പറ്റില്ല സാർ. എടോ, ഒരു ഭംഗിയുള്ള കുട്ടിയാ വേണ്ടത്. ശരി സാർ. ഇവരെയൊക്കെ പറഞ്ഞു വിടറോ? സാർ, ഞങ്ങൾ പൊയ്ക്കോളാം. എന്താടാ അവന് സിനിമയിലെടുത്താ? എവിടെ, അതൊന്നും നടപടിയാവണ കേസല്ലടാ. ഞാൻ ആ കളിയൊക്കെ വിട്ടു. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടാന്നല്ലാതെ അവനെ കൊണ്ട് അതൊന്നും പറ്റൂന്ന് എനിക്ക് തോന്നണില്ലടാ. കറക്റ്റ്. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നല്ല. അവൻ കൊച്ചല്ലേ. ഒരു കൊച്ചു തുമ്പിയെ കൊണ്ട് സിമന്റ് ചാക്ക് ചുമപ്പിക്കാമോ? അത് ചുമക്കില്ല, ചുമക്കത്തേ ഉള്ളൂ. നീയാണ് 4 ലക്ഷം പഠിപ്പിക്കാൻ നോക്ക്. അപ്പൊ ഇന്ന് ഈ കളിയാക്കണ നാട്ടുകാരൊക്കെ ഒരു ദിവസം അവന് വേണ്ടി കൈയടിക്കും. നീയൊക്കെ സ്കൂളിൽ വരുന്ന ലേബൽ കളിക്കാനാണോ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ലേബൽ കൊണ്ടുവന്ന് അറിഞ്ഞാ അടിച്ച് ഞാൻ തുട പൊട്ടിക്കും. പോയിടാ. സാറ് എന്നെ പിടിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാം. എന്റെ മാത്രമൊന്നുമല്ല, ദാസപ്പന്നയിലൊക്കെ നിറച്ച് ലേബലാ. ദാസപ്പ എവിടാ ലേബല്? ആ കണ്ണടയാ കുമേഷ് പിപ്പിയുടെ സാറേ. നാളത്തെ പരീക്ഷയ്ക്ക് നീയൊക്കെ എന്നതാ കാണിക്കുന്ന എനിക്കൊന്ന് അറിയണം. പരീക്ഷക്ക് കാണിക്കണെന്ന് എഴുതിയാ പോരെ? സഹോ, വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ലേട്ടാ. സഹോ, ക്ലാസ്സിൽ കയറാതെ മതിലിയാടിയും മാത്തയിലിറങ്ങും സകല ഉഴപ്പുകൾക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്നിടത്തിന് എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എടാ 2 പേരുണ്ടാ? എന്താ അവിടെ? എടാ 2 പേരുണ്ടാ? വിജി 2 പേരുണ്ടാ? നിന്റെ അടുത്തുണ്ടോ? എടാ 2 പേരുണ്ടാ? അയ്യോ, എടി 2 പേരുണ്ടാ? എടാ 2 പേരുണ്ടാ? 2 പേരുണ്ടാ? 2 പേരുണ്ടാ?
നിന്റെ ഉണ്ടാടി ബോക്സ് ആട്ടെ. കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോണേ. സാർ പേപ്പർ. സാറേ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ഇരിയടാ. ഈ ക്ലാസ്സിൽ തീ പിടിച്ചാൽ മതിയായിരുന്നു. സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളാ ഇത്. നീ ഒറ്റ ഒരുത്തന അതിന് ഭീഷണി. ഇതെന്തത് കണ്ട? കണക്ക് പരീക്ഷക്ക് വൃക്കേട പടം. കൊള്ളാം. നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം. പഠിത്തത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കടാ. സൈലൻസ്. മനുഷ്യനെ കോപ്പി അടിക്കാൻ സമ്മതിക്കൂലേ? താനൊക്കെ എന്തിനാടോ സ്കൂളിൽ വരുന്നത്? കഞ്ഞിയും പയറും ഉണ്ടെന്ന് കരുതി സഞ്ചി തൂക്കി ഇറങ്ങിക്കോളും. ഒരു വാഹം പഠിക്കത്തില്ല. പോയിരിക്കെ ബിബിൻ ജോസ്. 53. എടാ, ക്ലാസ്സിൽ മൊത്തം ഉഴപ്പിടന്നിട്ടും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് പഠിക്കണം മറ്റേ കൂട്ടുകാരനോട്. അവൻ ക്രിസ്മസ് പരീക്ഷയ്ക്കല്ല, കൊല്ലപ്പരീക്ഷയ്ക്ക് മേടിക്കുള്ളൂടാ. എന്നാടാ അവിടെ? ഗെറ്റ് ഔട്ട്. ഇതിനു മുമ്പ് ഒരു പാർട്ടി വന്ന് ഷൂട്ടിങ്ങിന് ചോദിച്ചതാ, പക്ഷെ അന്ന് കൊടുത്തില്ല. ആ, നീ ഇന്നും പുറത്താണല്ലേ? ആരുടെ സംഗീതം ചെയ്തു? എല്ലായിടത്തും ഒരേപോലെയല്ല. ടീച്ചർക്ക് അറിയില്ലേ? ആ, എനിക്കറിയാം. ഡയറക്ടർ അജയകുമാർ സാറല്ലേ? ആ, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ്. എന്താണ്? കണക്ക് സാർ ചത്ത. ഈ സാറിന്റെ അടുത്ത സിനിമയുടെ ഷൂട്ടിങ് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവര് ഈ സാറിന്റെ അടുത്ത് പേര് കൊടുക്കണം. ഹായ്, ഇതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? എടാ നീലടാ, എടാ എനിക്കടാ. എഴുന്നേറ്റോ? ശരിയാ. ശരി, നമുക്കൊന്ന് നോക്കാം. എന്റെ ഉണ്ണിയെ കണ്ടോ? ഉണ്ണി, നീ എവിടെയാ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാം. നാൻസി പിരിഞ്ഞു പോകാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ നാൻസിക്ക് പിരിഞ്ഞു പോകാം. അതാണ് നല്ലത്. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദിയും 4 നേരം മൃഷ്ടാന്തം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാലും. ഇതിലാരും നമുക്ക് പറ്റിയില്ലല്ലേ? ഉണ്ട്. ആരാ? ആ നിൽക്കുന്ന പയ്യൻ. ഞാനോ? യു ആർ സെലക്ടഡ്. കാലക്കിയടോ, താൻ നല്ല അസലായിട്ട് ചെയ്തു. ഉഗ്രൻ ടൈമിങ്. എന്തായാലും ഫസ്റ്റ് ടേക്കിന് ഓക്കെ ആക്കി. മിടുക്കൻ. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അഭിനന്ദനം. അതുവരെ എന്നെ കളിയാക്കിയവരും പുച്ഛിച്ചവരും അന്ന് എനിക്ക് വേണ്ടി കൈയടിച്ചു. അതോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി സിനിമയാണ് എൻ്റെ വഴി. ഇത് അച്ഛന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. നമ്മുടെ സൂര്യയുടെ ചെറുക്കനെ പിരിച്ച സിനിമ കണ്ടായിരുന്നോ?
ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ആ ചേട്ടൻ വെള്ളയാങ്കുടിയിലുള്ളതാ. എനിക്കറിയാന്നേ, അയ്യപ്പൻ അമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പം എന്റെ പുറകെ തന്നെയായിരുന്നു ആ ചേട്ടായി. ഞാനെങ്ങും മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ സിനിമ ഉണ്ടായല്ലോ. ആ ദാണ്ട് പോണ് സിനിമാടൻ. ആൾക്കാരൊക്കെ ചിരിക്കണ്ടട്ടാ. ഞാനും കണ്ടായിരുന്നു. നീ മൈൻഡ് ചെയ്യണ്ട. എടാ സിനിമാടാ, എന്റെ ദൈവമേ, ഒന്നും ആടാ, ഒരു ചായ കുടിച്ചും പോടാവേ. വിളിച്ചത് കേട്ടോ. നമ്മള് സിനിമാക്കാരി ലോക്കൽ ചായക്കടയിലേക്ക് കയറണോ? വാളാവി ആരോണിക്കണ്ട. ഞങ്ങളൊക്കെ എളിമയുള്ള ആൾക്കാരാ. ഒരു സിനിമാടം വരുമ്പോഴാണ് ട്രെയിൻ ഓടിച്ച് കളിക്കണം. സിനിമയിൽ പോയിട്ട് എന്നാ കിട്ടി? അവർ വല്ലതും തന്നായിരുന്നോ? ആ തന്നായിരുന്നു. നല്ല ചൂടുണ്ട്, വാ വേഗാതെ കുടിക്കണം. ചായ കൊച്ചി സിനിമയിൽ കെട്ടിപ്പിടുത്ത ഉമ്മോക്കിലും ഒക്കെ ഒറിജിനൽ എന്ന് പറയാൻ ശരിയാണോ? അതൊക്കെ ക്യാമറയുടെ ട്രിക്കാന്നേ. അല്ലേ, ട്രിക്കല്ലേ? എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നുന്നവന്മാരെ ലാത്തി അടിക്കുക. അത് ഒറിജിനൽ എന്നും പറഞ്ഞു. ഇത് ഫിലിം ഒട്ടിക്കുന്ന ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടുള്ള സംഭവം. രതീഷ്, രതീഷ് ഞാനല്ലേ വിളിക്കുന്നത്. ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി ഇവിടെ തുടങ്ങുന്നത്. എണീറ്റേ, ഞാനല്ലേ വിളിക്കുന്നത്. എനിക്ക് ഋതിക് പോലെ കട്ടില്ലേ? എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന്. എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന്. പോരി വല്ല കാര്യം ഉണ്ടായിരുന്നു. എടാ കൊച്ചേ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ നീ തന്നെയാണേ. പിന്നെ അല്ല സഹോ, നീ പൊരിക്കണ. താൻ നോക്കിക്കോളോ, തന്റെ സ്വപ്നം നടക്കും. 3-4 പടം കഴിയുമ്പോൾ അവൻ നായകനോ